ഹായ്, ഗണിതം 1. നാം എല്ലാം ഒന്നിച്ചു ചേർക്കുന്ന ഒരു പാഠം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ദയവായി ഇവിടെ വലതുവശത്തെ കോണിൽ ഒരു നക്ഷത്രം വരയ്ക്കുക. മറ്റൊരു കാര്യമായി നിങ്ങളുടെ പേപ്പറിൽ ഇവിടെ ഒരു സ്മൈലി മുഖം വരയ്ക്കുക. ശരി, മികച്ചത്. ഞാൻ ക്രോംബുക്കിൽ നിന്ന് ഡെസ്മോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയും അതുപയോഗിച്ച് സമവാക്യം സൃഷ്ടിക്കുകയും ചെയ്യാൻ പോകുന്നു. അതിനാൽ സമവാക്യം ഇവിടെ തന്നെയാണ്. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ y എന്നത് മക്സ് പ്ലസ് പി എന്നതിന് തുല്യമാണ്. നാം സമവാക്യം എഴുതാൻ ദശാംശങ്ങളിൽ നിന്നുള്ള മൂല്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. അതിനാൽ y നമുക്ക് സ്ലോപ്പ് m എടുക്കാം. ഇവിടെ സംഖ്യ നാം വെറും 2 ദശാംശങ്ങൾ മാത്രം ഉപയോഗിക്കുകയാണ്. 1 ശേഷം 5 ആണ്. ഇത് ഒരു വലിയ സംഖ്യയാണ്. അതിനാൽ നാം 1നെ 2ലേക്ക് ഉയർത്താൻ പോകുന്നു. അതിനാൽ സ്ലോപ്പ് 47.62 ആണ്. നാം എപ്പോഴും സ്ലോപ്പിന് ശേഷം ഇടുന്നു. ഇപ്പോൾ നമുക്ക് ഇന്റർസെപ്റ്റ് ആവശ്യമുണ്ട്. അത് b ആണ്. മറുപടി ഞാൻ വീണ്ടും 2 ദശാംശങ്ങൾ എടുക്കാൻ പോകുന്നു. എന്റെ വിരലിന് കീഴിൽ വലിയതാണോ? അവ ചെറിയവയാണ്. അത് ഒരു ചെറിയ സംഖ്യയാണ്. അത് ചെറിയതാണെങ്കിൽ നിങ്ങൾ അത് 5 ആയി വെക്കുക. ഞാൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ഒരു മൈനസ് എഴുതാൻ പോകുന്നു. മിന്നൈനിൻ റൗണ്ടിംഗ് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യകൾ 0, 1, 2, 3, 4. മികച്ച സംഖ്യകൾ 5, 6, 7, 8, 9 ആണ്. നിങ്ങൾ ഉയർത്തേണ്ട വലിയ സംഖ്യകൾ. ചെറിയ സംഖ്യകൾ നിങ്ങൾ വെറും നിലനിൽക്കുന്നു. നാം ഒരിക്കലും താഴേക്ക് പോകുന്നില്ല. സംബന്ധം കോഫിഷ്യന്റ് എപ്പോഴും ഈ ചെറിയ ആയിരിക്കും. നാം ഒരിക്കലും അവർ സ്ക്വയർ ചെയ്യില്ല. ഇത് 2 ദശാംശങ്ങളിലേക്ക് റൗണ്ട് ചെയ്യാം. അതിനാൽ സംബന്ധം കോഫിഷ്യന്റ് 0.9 ആണ്. അടുത്ത സംഖ്യ 3 ആണ്. അത് ചെറിയതായതിനാൽ നാം അത് 6 ആയി വെക്കാം. നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതും വിവരങ്ങളിൽ നിന്ന് സമവാക്യം രൂപീകരിക്കേണ്ടതും ഉണ്ടാകും. നാം ചെയ്യാൻ അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ബന്ധം വ്യാഖ്യാനിക്കുക. ഈ വാക്യം ഇങ്ങനെ തുടങ്ങുന്നു. അങ്ങനെ വാക്യം തുടങ്ങുന്നു. ഇത് വർദ്ധിപ്പിക്കുന്നതാണോ കുറയ്ക്കുന്നതാണോ എന്ന് അറിയാൻ 3 മാർഗങ്ങൾ ഉണ്ട്. അതായത് വർദ്ധിപ്പിക്കുന്നത് ശരിയോ? വർധനവിന്റെ അർത്ഥം ഡാറ്റ പോസിറ്റീവ് ആണ്. ബിന്ദുക്കൾ ഉയരുകയാണ്. നിന്റെ സംബന്ധം കോഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ വരിയുടെ തരം ശരി പോസിറ്റീവ് ആണ്. ഇത് കുറയുന്നുണ്ടാകും. ബിന്ദുക്കൾ നെഗറ്റീവ് ആയി പോകുന്നുവെങ്കിൽ നിന്റെ സംബന്ധം കോഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ തരം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം വരി താഴേക്ക് പോകുകയാണ്. നാം ഈ കഥയിലെ ബന്ധം വ്യാഖ്യാനിക്കാനാണ് പോകുന്നത്. ഈ പട്ടികയിൽ സമയം മണിക്കൂറുകളിലും അകലവും മൈലുകളിലുമാണ്. അതിനാൽ വാക്യം എപ്പോഴും ദി എന്നതിൽ ആരംഭിക്കുന്നു. വാക്യത്തിന്റെ ആദ്യ ഭാഗം എപ്പോഴും എക്സ് വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം രണ്ടാം ഭാഗം ഈ വാക്കുകൾ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പട്ടിക നോക്കാം. നമുക്ക് എക്സ് വാക്കുകൾ ആവശ്യമുണ്ട്. ശരി, ഇത് മണിക്കൂറുകൾ ആയിരിക്കും. എനിക്ക് അറിയാം ഈ ഡാറ്റ വർദ്ധിപ്പിക്കുകയാണ്. ഇത് പോസിറ്റീവ് ബന്ധമുണ്ട്. ഇതിന് പോസിറ്റീവ് തരമുണ്ട്. ശരി, അതായത് ഡാറ്റ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ചാൽ സാക്സിസിൽ മണിക്കൂറുകളോടൊപ്പം സമയം എന്ന് പറയുന്ന ഒരു ചെറിയ ചിത്രം വരയ്ക്കാം. ഞങ്ങൾ എപ്പോഴും വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നു. ഇത് മണിക്കൂറുകളുടെ വർധനവാണ്.
ശരി, ഞങ്ങൾ എപ്പോഴും വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ നാം വയനെ കാണാൻ പോകുന്നു. വയ വാക്കുകൾ എന്താണ്? ശരി, അതായത് ഒരു മേശയിൽ ഞങ്ങൾക്ക് x ഉണ്ട്. അപ്പോൾ വയ, അതായത് വയ മൈൽസിൽ അകലമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചാൽ അകലം ശരി മൈൽസുമായി ചേർത്ത് വെക്കാം. അതുകൊണ്ട് മണിക്കൂറുകൾ വർദ്ധിക്കുമ്പോൾ അകലം. മൈൽസിൽ അകലം വർദ്ധിക്കുന്നു. അത് അറിയാനുള്ള കാരണം നിങ്ങൾക്കറിയാമല്ലോ. അത് കോറിലേഷൻ പോസിറ്റീവാണ്. അതിന്റെ അർത്ഥം പോയിന്റുകൾ ഉയരുകയാണ്. രേഖയുടെ തരം പോസിറ്റീവാണ്. അതിനാൽ നിങ്ങളുടെ പ്രവചന രേഖ ഉയരുകയാണ്. നാം പഠിച്ച അടുത്ത കാര്യമാണ് ശക്തിയും ദിശയും. അതിനാൽ ഇവിടെ പ്രധാനമായ സംഖ്യകൾ ഉണ്ട്. ഒന്നോ ഒന്നുമില്ല, പിന്നെ ഇടയിൽ എല്ലാം. അതുകൊണ്ട് 0.01 മുതൽ 0.30 വരെ ദുർബലമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ദുർബലമായത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. അതിനുള്ള സംഖ്യകൾ 0.30 ആണ്. നിങ്ങൾ നെഗറ്റീവ് 0.30ലേക്കും പോകാം. അതിനുശേഷം അടുത്ത വിഭാഗം മിതമായതായിരിക്കും. അത് നിങ്ങൾ 30നും 70നും ഇടയിൽ ആണെങ്കിൽ അപ്പോൾ 30നും ഇടയിൽ 70 ഇത് പോസിറ്റീവ് വശത്ത് മിതമാണ്. കൂടാതെ ഇത് നെഗറ്റീവ് വശത്ത് മിതമാണ്. അതിനുശേഷം അവസാനം നിങ്ങൾ ശക്തമായതായിരിക്കും. നിങ്ങൾ 0.70നും ഇടയിലാണെങ്കിൽ കൂടാതെ 0.99. അതുകൊണ്ട് ശക്തമായത് ഇവിടെ തന്നെയാണ്. ശക്തമായ പോസിറ്റീവ് ഇവിടെ ശക്തമായ നെഗറ്റീവ് ആണ്. അതിനുശേഷം നമുക്ക് ഈ പ്രത്യേകതകൾ ഉണ്ട്. ശരി, ഒന്നോ പൂർണ്ണമായതോ ഒന്നോ ഇല്ല എന്നത് നിങ്ങൾക്ക് ഒരു കൃത്യമായ ശൂന്യമാണ്. അതിനുശേഷം ഒരു നെഗറ്റീവ് ഒരു അത് പൂർണ്ണമായാലാണ്. ശരി, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല ചെറിയ നോട്ട് കാർഡ് ആണ് ഇത്. അതിനാൽ 15 0നും 30നും ഇടയിലാണ്. അത് ദുർബലമായതായിരിക്കും. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് ആണ്. ശക്തിയെ നോക്കൂ. എപ്പോഴെങ്കിലും ഞാൻ നെഗറ്റീവ് വശം മറയ്ക്കുന്നു. എനിക്ക് അതൊന്നും പ്രശ്നമല്ല. 85 ഒരു വലിയ സംഖ്യയാണ്. 85 70നേക്കാൾ കൂടുതലാണ്. അത് ശക്തമാണ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓ, അത് നെഗറ്റീവ് ആയിരുന്നു. ശരി, അതായത് ശക്തമായ നെഗറ്റീവ്. ശരി, മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് പ്രവചനങ്ങൾ ചെയ്യാൻ സമവാക്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. അതിനാൽ നിങ്ങൾ പ്രവചനത്തിന്റെ വരി, അതായത് മികച്ച ഫിറ്റ് വരി ഉപയോഗിക്കുന്നു. നമുക്ക് ഇവിടെ കഥ വായിക്കണം. അത് നിങ്ങളുടെ എക്സ് വ്യത്യാസം സ്കൂളിലെ ദിവസങ്ങളാണ് എന്ന് പറയുന്നു. അത് അവിടെ എക്സ് വ്യത്യാസമാണ്. അതും വയ വ്യത്യാസം വിദ്യാർത്ഥികളുടെ എണ്ണം ആണെന്ന് പറയുന്നു. അതിനാൽ അത് വയ വ്യത്യാസമായിരിക്കും. അവർ നമ്മെ വിദ്യാർത്ഥികളുടെ എണ്ണം പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. ഫീസ് കടം വച്ചവരായവർ സ്കൂളിലെ 10 ദിവസങ്ങളാണെങ്കിൽ 10 സ്കൂളിന്റെ ദിവസങ്ങൾ എക്സ് ആണോ വൈ ആണോ? ഇവിടെ കാണുന്ന ദിശകളെ നോക്കുമ്പോൾ സ്കൂളിലെ ദിവസങ്ങൾ എക്സ് ആണ്. അതിനാൽ ഞാൻ ഒരു ചെറിയ എക്സ് വെക്കുന്നു. ഞാൻ എക്സ് സ്ഥലത്ത് 10 എന്ന സംഖ്യ വെക്കാൻ പോകുന്നു. വൈ നെഗറ്റീവ് 3.45 ആകുന്നു. ഘനെ 10 4 മാറ്റാം. പ്ലസ് 127.53. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഇത് എളുപ്പമാണ്. ശരി, നിങ്ങൾക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്യാൻ പോകുന്നു. അതിനാൽ നമുക്ക് ഇത് ഇവിടെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാം.
10നെ 127.53 കൂട്ടിച്ചേർക്കുക. ശരി, ദയവായി അത് ടൈപ്പ് ചെയ്യുക. നിനക്ക് എന്ത് കിട്ടുന്നുവെന്ന് നോക്കാം. ഇത് 2 ഡെസിമലുകളോടെ വരുന്നു. അതിനാൽ നമുക്ക് റൗണ്ട് ചെയ്യേണ്ടതില്ല. 93.03. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു വാക്ക് ചേർക്കേണ്ടതുണ്ട്. ഇത് വൈ ആണ്. വൈ വ്യത്യാസം ഫീസ് അടയ്ക്കേണ്ട വിദ്യാർത്ഥികളായിരുന്നു. ഫീസ് അടയ്ക്കേണ്ട വിദ്യാർത്ഥികൾ. അപ്പോൾ ഞാൻ അവിടെ എല്ലാ വാക്കുകളും കോപ്പി ചെയ്യുന്നു. ഈ അടുത്തത് 5 വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് പ്രവചിക്കണം. 5 വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാൻ നമുക്ക് പോകാം. അത് വൈ വ്യത്യാസമാണ്. അതിനാൽ നാം വൈ സ്ഥാനത്ത് 5 ഇടും. 5 സമം. അവർ ഈ തവണ വൈ സംഖ്യ നൽകിയത്. എപ്പോഴെങ്കിലും അവർ നമുക്ക് എക്സ് നൽകും. എപ്പോഴെങ്കിലും അവർ നമുക്ക് വൈ നൽകും. മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും സാധാരണമായ പിഴവ് സംഖ്യയെ തെറ്റായ സ്ഥലത്ത് ഇടുകയാണ്. അത്ഭുതകരമായ ജോലി, പക്ഷേ സംഖ്യ ഇടേണ്ടത് ശരിയായ സ്ഥലം അല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ നിങ്ങൾക്ക് ഔട്ട്പുട്ട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിഹാര കഴിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കണം. നമുക്ക് ഇരുവശത്തും ഒരു 27.53 കുറക്കാം. ശരി, -3.45x. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ശരി, എനിക്ക് ഒരു നെഗറ്റീവ് കിട്ടുന്നു. അത് വളരെ വിചിത്രമാണ്. ശരി, പക്ഷേ അത് ശരിയാണ്. കാരണം ഒരു സെക്കൻഡിൽ നാം ഇരുവശവും ഒരു നെഗറ്റീവ് കൊണ്ട് വിഭജിക്കും. അത് പോസിറ്റീവ് ആകാൻ കാരണമാകും. റദ്ദാക്കുക. ശരി, അതിനാൽ എക്സ് സമം. നമുക്ക് ഈ കണക്കുകൂട്ടൽ ഇവിടെ ചെയ്യാം. ഞാൻ -3.45 കൊണ്ട് വിഭജിക്കും. നമുക്ക് ഈ ഉത്തരം റൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ എല്ലാം മറിക്കുക. 51. വിരലിന്റെ കീഴിൽ എന്താണ് എന്ന് നോക്കാം. അത് വലിയതാണോ ചെറുതോ? 5 വലിയതാണ്. അതിനാൽ നമുക്ക് അത് 52ലേക്ക് മാറ്റണം. 35.52. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്ക് ഇടേണ്ടതുണ്ട്. എനിക്ക് എക്സിനുള്ള വാക്കുകൾ വേണം. നമുക്ക് പോവാം. നമ്മുടെ കഥ കാണാൻ പോവൂ. കാരണം ഞാൻ ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. എക്സ് വേരിയബിൾ സ്കൂളിലെ ദിവസങ്ങളാണ്. അത് നിങ്ങൾ എഴുതുന്നതാണ്. സ്കൂളിലെ ദിവസങ്ങൾ. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് കുറച്ച് കണക്കുകൂട്ടലുകൾ ചെയ്യേണ്ടതുണ്ടാകും. എപ്പോഴെങ്കിലും അവർ നിങ്ങളെ ഒരു ഗ്രാഫ് നൽകും. എപ്പോഴെങ്കിലും അവർ നിങ്ങളെ ഒരു സമവാക്യം നൽകും. അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുന്നു. ഗ്രാഫ് വളരെ നല്ലതാണെങ്കിൽ നിങ്ങൾ ഗ്രാഫിൽ നിന്ന് പ്രവചനങ്ങൾ ചെയ്യാനും കഴിയും. അതിനാൽ നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. നാം ഉറക്കത്തിന്റെ മണിക്കൂറുകൾ പ്രവചിക്കാൻ പോകുന്നു. 9 കപ്പ് കാപ്പി കുടിച്ചാൽ എത്ര ഉറക്കം? അതിനാൽ നമുക്ക് കാപ്പിയുടെ കപ്പുകൾക്ക് പോകാം. അത് നമ്മുടെ എക്സ് ആണ്. നാം 9 കപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇത് പ്രവചിക്കുക എന്ന് പറയുന്നു. നാം നോക്കുന്നത് രേഖ, പ്രവചനത്തിന്റെ രേഖ. ശരി, അതിനാൽ നാം ഡോട്ടിലേക്ക് പോകുന്നില്ല. നാം രേഖയിലേക്ക് പോകുന്നു. ഉത്തരം 2 ആണ്. ഉറക്കത്തിന്റെ മണിക്കൂറുകൾ നാം പ്രവചിക്കുന്നു. ഉറക്കത്തിന്റെ 2 മണിക്കൂർ. ഓർക്കുക, നിങ്ങൾക്ക് ഒരു സംഖ്യ ഉണ്ടാകണം. പിന്നെ നിങ്ങൾക്ക് ഒരു വാക്കും ഉണ്ടാകണം. നമുക്ക് ഇത് വീണ്ടും ചെയ്യാം. നമ്മൾ കാപ്പിയുടെ കപ്പുകളുടെ എണ്ണം പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആരെയെങ്കിലും 7 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ, അതിനാൽ നമുക്ക് ഉറക്കത്തിന്റെ മണിക്കൂറുകളിലേക്ക് പോകാം. നമുക്ക് 7 എന്നിലേക്ക് പോകാം. ശരി, ഇത് പ്രവചിക്കണമെന്ന് പറയുന്നു. ഞാൻ വരിയിലേക്കോ പോയിന്റിലേക്കോ പോകണം.
മറുപടി പ്രവചനത്തിന്റെ വരിയിലേക്ക് വീണ്ടും പോകൂ. അപ്പോൾ ഇതാ വരി. എന്നാൽ എക്സ് സംഖ്യ 2 ആണ്. നാം പ്രവചിക്കുന്നു. 2 കാപ്പിയുടെ കപ്പുകൾ. ചോദ്യം എന്ത് പറഞ്ഞു? കാപ്പിയുടെ കപ്പുകളുടെ എണ്ണം പ്രവചിക്കുക. ശ്രേഷ്ഠം. ഞാൻ പറഞ്ഞു 2 കാപ്പിയുടെ കപ്പുകൾ. ഞാൻ ചോദ്യം മറുപടി നൽകി. അവസാനമായി ഇത് പറയുന്നു. ആരെങ്കിലും 3 കാപ്പിയുടെ കപ്പുകൾ കുടിച്ചാൽ അവർ എത്ര മണിക്കൂർ ഉറക്കം കിട്ടിയെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അവർ എന്ത് സംഭവിച്ചുവെന്ന് സത്യത്തിൽ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ നാം പ്രവചനത്തിന്റെ വരിയിലേക്ക് നോക്കുന്നില്ല. നാം പോയിന്റുകൾക്ക് നോക്കുന്നു. അവയാണ് ഡാറ്റ പോയിന്റുകൾ. ഇത് പഠനത്തിൽ നിന്നുള്ള ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് 3 കാപ്പിയുടെ കപ്പുകളിലേക്ക് പോകാം. നാം വരിയിലേക്ക് പോകുന്നില്ല. നാം ഡാറ്റ പോയിന്റിലേക്ക് പോകുന്നു. ഇതാണ് ഡാറ്റ പോയിന്റ്. അങ്ങനെ അവർ എത്ര മണിക്കൂർ ഉറക്കം കിട്ടി? സത്യത്തെ അവർ 8 മണിക്കൂർ ഉറക്കം കിട്ടി. ഉപയോഗിക്കുമ്പോൾ പ്രവചനങ്ങൾ വളരെ രസകരമാണ്. പക്ഷേ പലപ്പോഴും സമവാക്യം ഉപയോഗിക്കേണ്ടി വരും. കാരണം അത് മധ്യത്തിൽ ആണെങ്കിൽ ഗ്രാഫ് വായിക്കാൻ എളുപ്പമല്ല. ശരി, നമ്മൾ കൈവശമുള്ള അവസാന കാര്യമാണ് വ്യാഖ്യാനിക്കുന്നത്. ശരി, തീവ്രത വ്യാഖ്യാനിക്കുന്നത് ഒരു വാക്യം ഉണ്ടാക്കേണ്ടതാണെന്ന് അർത്ഥമാക്കുന്നു. ഇത് പ്രവചനത്തിന്റെ വരിയാണ്. ശരി, ചിലപ്പോൾ ആളുകൾ ഇത് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിയാം. അല്ലെങ്കിൽ അവർ ഇവിടെ പ്രവചനമെന്ന് എഴുതിയിട്ടുണ്ട്. ശരി, പ്രവചനത്തിന്റെ വരി. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വാക്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വാക്യം ഞങ്ങൾ പ്രവചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. പ്രവചിക്കുന്നു, കാരണം ഇത് പ്രവചനത്തിന്റെ വരിയാണ്. ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. കൂടുതൽ അല്ലെങ്കിൽ കുറവായി ഡെൽറ്റ വൈ ഓരോ ഡെൽറ്റ എക്സിനും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് തീവ്രത എടുക്കാം. നമുക്ക് ഇവിടെ കുറച്ച് സൂം ചെയ്യാം. ഞാൻ കാണുന്നത് ഇത് 3-ൽ ആരംഭിക്കുന്നു. ഇല്ല ഇല്ല, നമുക്ക് ഒരു നല്ല പോയിന്റ് കണ്ടെത്തേണ്ടതുണ്ട്. അത് അല്ല. ഇല്ല, ഏകദേശം ഇവിടെ ഒരു നല്ല പോയിന്റ് ഉണ്ട്. 1, 2, 3 ഉയരം. 3 ഉയരം. 1, 2, 3, 4, 5 വലത്തേക്ക്. ഞാൻ അത് ശരിയായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇത് വീണ്ടും പ്രവർത്തിക്കണം. 1, 2, 3 ഉയരം. 1, 2, 3, 4 പെർഫെക്റ്റ്. 3 ഉയരം. 5 വലത്തേക്ക്. ശരി, അതാണ് തീവ്രത. ഇത് എന്റെ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഉയരത്തിലേക്കും വലത്തേക്ക് പോകുന്നു. ഇപ്പോൾ വാക്കുകൾ നേടാൻ ഗ്രാഫ് നോക്കാം. വൈ വാക്കുകൾ ഷോട്ടുകളാണ്. അവർ എത്ര ബാസ്കറ്റ്ബോൾ ഷോട്ടുകൾ എടുത്തു. എന്നാൽ എക്സ് വാക്ക് പ്രാക്ടീസ് ചെയ്യുന്ന മണിക്കൂറുകളാണ്. അതിനാൽ നമുക്ക് തീവ്രത പ്രവചിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മുകളിൽ ഉള്ള നമ്പർ 3 ആണ്. ഇത് കൂടുതലാണോ കുറവാണോ? 1, 2, 3. ഇത് തീർച്ചയായും 3 കൂടുതലാണ്. ഷോട്ടുകൾ എടുത്തു. 3 കൂടുതൽ ഷോട്ടുകൾ എടുത്തു. ശരി, അപ്പോൾ ഇത് ഡെൽറ്റ എക്സ് ആണ്. എല്ലാം 5. അപ്പോൾ ഞാൻ ഈ പ്രാക്ടീസ് മണിക്കൂറുകൾ ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് കുറച്ച് സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ നാം കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറവായി പ്രവചിക്കുന്നു. ഓരോ എക്സ് മറ്റൊരു തവണ നമ്പർ വാക്ക്. നിങ്ങൾക്ക് ഇത് ഒരു സമവാക്യത്തിൽ നിന്ന് ചെയ്യേണ്ടി വരാം.
സമവാക്യത്തിൽ നിന്ന് തീവ്രത ചെയ്യുമ്പോൾ നമുക്ക് തീവ്രത നോക്കേണ്ടതുണ്ട്. അത് ആണ്. അത് തന്റെ മുന്നിൽ ഇവിടെ ഉണ്ടാകും. അതിനാൽ ഡെൽറ്റ എയും ഡെൽറ്റ സിയും നമുക്ക് നെഗറ്റീവ് 3.45 ഉണ്ട്. ഒന്നൊന്ന് മുകളിൽ. ഇത് നെഗറ്റീവ് ആണ്, അതിനാൽ ഇത് താഴേക്ക് പോകും. എന്റെ വാക്യം എളുപ്പമാക്കാൻ ഇവിടെ കുറച്ച് വാക്കുകൾ ചേർക്കാം. വാക്കുകൾ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ. അപ്പോൾ എക്സ് വാക്കുകൾ എന്താണ്? എക്സിന്റെ വാക്കുകൾ സ്കൂളിലെ ദിവസങ്ങളാണ്. ഇത് എന്റെ തീവ്രത വ്യാഖ്യാനിക്കാൻ സജ്ജീകരണം. ഇപ്പോൾ ഓർക്കുക, ഇത് പ്രവചനത്തിന്റെ വരിയാണ്. അതിനാൽ നാം എപ്പോഴും നാം പ്രവചിക്കുന്നു എന്നതിൽ ആരംഭിക്കും. വാക്യത്തിന്റെ മുകളിലേക്ക് നോക്കാം. നെഗറ്റീവ് എന്ന് പറയാൻ പോകുന്നില്ല. ഞാൻ 3.45 എന്ന് പറയാൻ പോകുന്നു. മൈനസ് എന്നത് കുറവാണ്. അത്രയും കുറവായ വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടവരായ മറ്റുള്ളവരെ. ഇനി വാക്യത്തിന്റെ രണ്ടാം ഭാഗം. 3.45 കുറവായ വിദ്യാർത്ഥികൾ ഓരോ ദിവസം. നാം മുഴുവൻ പറയാം. സ്കൂളിലെ ദിവസങ്ങൾ. നാം സേവ ചെയ്യാൻ മറക്കരുത്. പ്രവചിക്കുക. ഇന്റർസെപ്റ്റ് അതിനോട് വളരെ സമാനമാണ്. ശരി, നാം ശൂന്യം പ്രവചിക്കുന്നു. ചില കാര്യങ്ങൾ. അവിടെ പൈ എന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതിനാൽ ഇന്റർസെപ്റ്റ് എപ്പോഴും ശൂന്യമാണ്. മറ്റൊരു പൈ 0. ചില എക്സ് വാക്കുകൾ ഉണ്ട്. ചില വയ വാക്കുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ പൈ എപ്പോഴും ആക്സിസിൽ ആണ്. ഇത് ഇവിടെ തന്നെയാണ്. അത് 0, 3 എന്ന പോയിന്റാണ്. വീണ്ടും ഇത് പ്രവചന രേഖയായതിനാൽ ഞാൻ എന്റെ വാചകം നാം പ്രവചിക്കുന്നു എന്ന വാക്കുകൾ കൊണ്ട് ആരംഭിക്കണം. നാം പ്രവചിക്കുന്നു. ഞാൻ ഇവിടെ നാം എന്ത് പ്രവചിക്കുന്നു എന്ന് പറയാൻ പോകുന്നു. നാം 3 പ്രവചിക്കുന്നു. നാം 3 പ്രവചിക്കുന്നു. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇവിടെ ഇത് ആണ്. ഞാൻ 3 പ്രവചിക്കുന്നു. 3 എന്ത്? നമുക്ക് ഈ വയ വാക്കുകൾ പറയണം. ഷോർട്ടുകൾ എടുത്തു. ശരി, ഞാൻ നമ്പർ പറഞ്ഞു, ഞാൻ വാക്കും പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ ഉറപ്പാക്കണം. ശരി, ഞാൻ 0യെ കൂടി വിശദീകരിക്കണം. 3 ഷോർട്ടുകൾ എടുത്തു. കൂടി 0. 0 എന്നത് എക്സ് സംഖ്യയാണ്. നമുക്ക് ഈ വാക്കുകൾ പറയുന്നത് ഉറപ്പാക്കാം. 0 മണിക്കൂറുകൾ. എക്സ് നമ്പർ, എക്സ് വാക്കുകൾ. നിങ്ങൾക്ക് ചിത്രം കാണാതെ ഇത് ചെയ്യാൻ കഴിയണം. അവർ നിങ്ങൾക്ക് സമവാക്യം നൽകുകയാണെങ്കിൽ വി ഇന്റർസെപ്റ്റ് പി ആണ്. അത് അവിടെ പി നമ്പറാണ്. എന്നാൽ അവർ നിങ്ങൾക്ക് വിശദീകരിക്കും സെയിം ഇയും എന്താണെന്ന്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഇന്റർസെപ്റ്റ് 0,127.53 ആണ്. ശരി, ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഇത് ആയതിനാൽ എക്സ് നമ്പർ. ശരി, ആ നമ്പർ ഈ വാക്കുകളോടൊപ്പം പോകും. സ്കൂളിലെ ദിവസങ്ങൾ. വയ നമ്പർ വയ വാക്കുകളോടൊപ്പം പോകും. അത് ഫീസ് അടയ്ക്കേണ്ട വിദ്യാർത്ഥികളുടെ എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഈ കുറിപ്പുകൾ പൂർത്തിയാക്കാം. നാം
പ്രവചിക്കുന്നു. എപ്പോഴും പ്രവചനത്തോടെ ആരംഭിക്കുക, കാരണം ഇത് പ്രവചനത്തിന്റെ വരിയാണ്. നാം ഈ കാര്യങ്ങൾ പ്രവചിക്കുന്നു. 127.53 എന്ത്? അത് വയ നമ്പർ ആണ്. അതിനാൽ നാം ഇവിടെ വയ വാക്കുകൾ ഉപയോഗിക്കാനാണ് പോകുന്നത്. വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടവ. ശരി, എണ്ണം പറയേണ്ടതില്ലല്ലോ, കാരണം ഇതാണ് എണ്ണം. എത്ര വിദ്യാർത്ഥികൾ? വിദ്യാർത്ഥികളുടെ എണ്ണം അതാണ്. ഇപ്പോൾ ഞാൻ ശൂന്യത്തെ എങ്ങനെ വിശദീകരിക്കണമെന്ന് ഉറപ്പാക്കണം. അത്ര വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ശരി, ഇത് സ്കൂളിന്റെ ദിവസങ്ങളാണ്. ശൂന്യമായ സ്കൂൾ ദിവസങ്ങളിൽ. ശരി, ആശയങ്ങൾ അല്പം വിശദീകരിക്കാൻ ഇത് സഹായിച്ചുവെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. ഒരു ഇന്റർസെപ്റ്റ് നാം പ്രവചിക്കുന്നു എന്ന് ഉപയോഗിക്കുന്നതിന്റെ കാരണം അറിയുന്നത് പ്രധാനമാണ്. നമ്മൾ പ്രവചിക്കുന്ന ചരിവ് ഉപയോഗിക്കുന്നു. ഞങ്ങൾ എഴുതുന്ന മറ്റൊരു തരത്തിലുള്ള വാക്യം ബന്ധമാണ്. എന്നാൽ അത് എന്നാൽ എന്ന് പറയുന്നു. ഇത് ഏതെങ്കിലും നമ്പറുകൾ ഇല്ല, ഇത് വെറും കൂടുതലായ അല്ലെങ്കിൽ കുറയുന്ന എന്നതായാണ്. നിങ്ങൾക്ക് പോയിന്റുകൾ കുറിച്ച് പറയൂ. എന്നാൽ ഈ വാക്യങ്ങൾ സമവാക്യത്തെക്കുറിച്ചാണ്. അവർക്ക് വരികൾ ഉണ്ട്, അവർക്ക് നമ്പറുകളും വാക്കുകളും ഉണ്ട്. ശ്രേഷ്ഠമായ ജോലി മെത്ത് 1.